ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷെമീസ് ക്രിയേഷൻ. അപ്പോൾ ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് 1 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സിമ്പിളാണ്, എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിൽ സിമ്പിളായിട്ടുള്ള ഡിസൈനും അതിൻ്റെ ഐസിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഇതുപോലത്തെ വീഡിയോസുകൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സീൽ ചെയ്ത് വെക്കാം. അപ്പോൾ ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട് ഞാനിവിടെ. അതിൽ മുകളിൽ ഒരു അരിപ്പ് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഒരു പ്രാവശ്യം സീവ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ 3 പ്രാവശ്യം സീവ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടെ ഞാനൊരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വാനില എസൻസും കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അത് ബീറ്റായി ഒന്നിങ്ങനെ ഇതിൻ്റെ പതൊക്കെ വരുന്ന ടൈമിൽ ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. അത് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ആ എഗ്ഗൊക്കെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ബീറ്റർ മാറ്റി വെക്കാം കേട്ടോ. ഇതിലേക്ക് നേരത്തെ നമ്മൾ സീവ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് കുറേശ്ശെ ഇട്ടുകൊണ്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം വന്നിട്ടോ ഫോൾഡ് ചെയ്യാൻ ഓവറായിട്ട് ഫോൾഡ് ചെയ്തുകൊണ്ട് ഇതാക്കിയാൽ നമ്മൾ എഗ്ഗൊക്കെ പൊന്തി വന്നത് താഴ്ന്നു പോകും. അപ്പം നല്ല രീതിയിൽ അതൊക്കെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി വേണം. അതും തന്നെ കുറേശ്ശായിട്ട് ചേർത്ത് കണ്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. വേറെ സമയം കൊണ്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 8 ഇഞ്ചിൻ്റെ മോൾഡ് ഞാൻ മീസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓയിലൊക്കെ എന്നിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാറ്റർ ഫുള്ളായിട്ട് ചേർത്തിട്ട് ഒരു 40-30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് ടാപ്പ് ചെയ്ത് കണ്ട് ബബിൾസൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മളെ കേക്ക് അവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഞാനത് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ കേക്ക് ബോർഡുമ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പിന് പകരം മിൽക്ക് സിറപ്പാണ് കേട്ടോ വെറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 1 കപ്പ് പാലും അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാനിവിടെ മിൽക്ക് സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, വൈറ്റ് ചോക്ലേറ്റ്. അതിൻ്റെ മുകളിൽ നമുക്കൊന്ന് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് ചെറിയ കൂടിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും തന്നെ സിറപ്പ് വെച്ചിട്ട് മിൽക്ക് സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്യാം. എന്നിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ലെയറും വെച്ചിട്ട് ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സൈഡൊക്കെ ഒന്ന് കൊണ്ട് ഫിനിഷ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ 1 മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ പുറത്തെടുത്തിട്ട് ലാസ്റ്റിൽ ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം നല്ല രീതിയിൽ എല്ലായിടത്തും ഒരുപോലെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കേക്ക് ടേബിൾ ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതിയിട്ട് അപ്പോൾ നല്ല രീതിയിലൊന്ന് ഫിനിഷായി കിട്ടും നമുക്ക്. അപ്പോൾ സൈഡൊക്കെ ഫിനിഷാക്കിയതിന് ശേഷം മുകളിൽ എക്സസ് ആയിട്ടുള്ള ക്രീമൊക്കെ ഒന്ന് നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തൊന്ന് ഫിനിഷാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഓപ്പൺ സ്റ്റാർ നോസിലാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു നോസിലാണ്, അതിന് നമ്പറൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഡിസൈനൊക്കെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിവിടെ ഓപ്പൺ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ചെറിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഷുഗർ ബാൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കേക്കിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക കേട്ടോ.
അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.